ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഈ വൈറ്റ് സാരീസ് അല്ലാണ്ട് വേറെ കുറച്ച് കളർഫുൾ ആയിട്ട് പ്രായമായവർക്ക് വൈറ്റ് വേണ്ട, പക്ഷെ എന്നാൽ ലൈറ്റ് ഷീറ്റ്സ് കാണിക്കാമെന്ന്. പിന്നെ നമ്മൾ കാണിക്കുന്നത് രണ്ട് കളർ ഷീറ്റ്സ് ആണ്. രണ്ടും വളരെ പാസ്റ്റൽ ഷീറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷീറ്റ്സ് ആണ്, പാസ്റ്റൽ ഷീറ്റ്സ് ആണ്. പ്രായമായവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സും ആണ് സാരിക്ക്. ലൈറ്റ് പിസ്ത ഗ്രീനും അതുപോലെ തന്നെ ബേബി പിങ്ക് കളർ ചെക്കോട്ട സാരിയുമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാം നല്ല ഹെവി, അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത സാരീസ് ആണ്. ഇതെല്ലാം ഡിസ്കൗണ്ട് സെയിലാണ്. താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ഏത് സാരിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് എന്നും പറയാം. അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത്. ഓരോ ചെറിക്കും ഓരോ കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ് റെഡാണ്, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്, ഇതിൻ്റെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, ഇതിന് വേറൊരു കളറാണ്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ചെറീസ് നമ്മൾ എന്ന് വെച്ചാൽ പഴുത്തതും പച്ചയും എന്നുള്ളതൊക്കെ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ പല രീതിയിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തത്. ലീവ്സ് ആണെങ്കിലും രണ്ട് കളർ ലീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡാർക്കർ ഷെയ്ഡും ലൈറ്റർ ഷെയ്ഡും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറി ബഞ്ചാണ് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിലും ഇതിൻ്റെ ഒരു കുഞ്ഞു ഇത് തയ്ച്ചിട്ടുണ്ട്. 3 ചെറിയും ലീവ്സും ആയിട്ടാണ് നമ്മൾ മറു സൈഡിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കണ്ടോർ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. 3 ചെറിയ ഡിസൈൻസ് അടുപ്പിച്ച് വരികയാണ് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 3 ഷോൾഡർ പ്ലീറ്റിൽ, ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ, മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, പിന്നെ ഇത്രയും 3 ചെറിയ ഡിസൈനാണ് മുന്താണിൻ്റെ അപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും തയ്ച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന്. 6 ട്രാൻസിറ്റാണ് തയ്ച്ചിരിക്കുന്നത്. നല്ല പ്രൊജക്ഷനുണ്ട്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ കളറിന് വേരിയേഷനുണ്ട്. ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് സാരിയുടെ കളറ്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1699 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരിയും ഈ സെയിം പിസ്ത ഗ്രീൻ കളറാണ്. ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ വേരിയേഷനിൽ നമുക്ക് ഇതിൻ്റെ കളർ എക്സാക്ട് കളർ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു പീകോക്ക് ഡിസൈനാണ്, കാന്ത വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പീകോക്കിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്. കണ്ണിന് മാത്രം ഒരു റെഡ് ഷെയ്ഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പീകോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. മുന്താണിയുടെ ഒരു വശത്ത് അങ്ങനെ, പിന്നെ നടുക്ക് സെൻറ്റർ പോയിന്റിൽ 2 ഉണ്ട്, മറു സൈഡിലും 1 ഉണ്ട്. അപ്പോൾ മുന്താണിയുടെ ടോട്ടൽ പറയുവാണെങ്കിൽ 4 ഡിസൈനാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ അതുപോലെ 4 ഡിസൈൻ അടുപ്പിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ 3 അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ 3 ഡിസൈനാണ് അടുപ്പിച്ചത് ഇതുവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു പീകോക്കിൻ്റെ. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ നിരത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സാരിയിൽ ഫുള്ളും ഇതുപോലെ ബോർഡർ ഇങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇതുപോലെ പീകോക്ക് ഇങ്ങനെ ബോർഡറിൽ കൂടെ ഫുള്ളും പൊക്കോണ്ടിരിക്കുകയാണ്. ഒത്തിരി വർക്ക് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇത് നമുക്കറിയാം, മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് തന്നെ സാരിക്കൊക്കെ നല്ല എക്സ്പെൻസീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയത്ത് ഇത് നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത കാന്ത വർക്ക് സാരീസാണ്. നിങ്ങളപ്പോൾ കമ്പയർ ചെയ്യും, മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത ഫുൾ കാന്ത വർക്കിന് ഇത്രയല്ലേ റേറ്റ് ഉള്ളൂ, ഇതിനെന്താ റേറ്റ് കൂടുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കടയിൽ കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം മെഷീനും കൈകൊണ്ട് തയ്ക്കുന്നതും മെഷീനും കൊണ്ട് തയ്ക്കുന്നതിൻ്റെയും വ്യത്യാസം തന്നെയാണ്. അതിൻ്റെ ലാസ്റ്റിങ്ങിന് ഒത്തിരി വ്യത്യാസമുണ്ട്. മെഷീൻ്റെ ഇതും ഈ നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റിങ്ങും കാണാം, ഫിനിഷിങ്ങിനും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ബാക്ക് സൈഡും ഇരിക്കുന്നത്. അപ്പം ഇത് ഒരു നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. ഈ ഗ്രീൻ്റെ അകത്ത് ബ്ലൂ കളർ കോമ്പിനേഷൻ, ഒരു പയ്യൊരു റെഡ് ഷെയ്ഡും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 2149 ആണ് ഇതിൻ്റെ റേറ്റ്.
അടുത്തത് വീണ്ടും ആ ഒരു പിസ്ത ഗ്രീൻ കളർ സാരി തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന 2 സാരിയും പിസ്ത ഗ്രീൻ ആണ്. ഇതും പിസ്ത ഗ്രീൻ കളർ സാരിയാണ്, ചെക്കോട്ടയാണ്. ഇതൊരു ഇച്ചിരി ഗ്രാൻഡായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പീക്കോക്കാണ് ഫുള്ളും വർക്ക് ചെയ്തിരിക്കുന്നത്, ഫുൾ ബോർഡർ. ഇത് ഫുൾ ബോർഡർ വർക്കില്ല, പക്ഷേ ഇതിൻ്റെ വർക്കാണ് എക്സ്പെൻസീവ്. ഇത് നമ്മൾ ഡബിൾ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. ഇത് റാണി പിങ്ക് കളർ ത്രെഡും കൊണ്ടാണ് ഡബിൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ നോട്ട് ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. അതുപോലെ ഇത്രയും നീറ്റ് ഫിനിഷിങ്ങിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല ടൈം എടുത്ത് തയ്ക്കുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഡബിൾ നോട്ട്. അത് ഈ ഷേപ്പിലൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കുവേ. അത് പിന്നെ ത്രെഡ് വർക്ക് ഇത് ഉള്ളിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആക്സസറീസും അതുപോലെ ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ എൽ ഷേപ്പിലാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിൽ ഒരു സിംഗിൾ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതോർത്ത് ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളറ് നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വ്യത്യാസമുണ്ട് വീഡിയോയിൽ വരുമ്പം. ഇത് റാണി പിങ്ക് ആൻഡ് ബ്ലൂ യൂസ് ചെയ്തിട്ടാണ്, റെഡ് അല്ല, റാണി പിങ്ക് ആണ് ത്രെഡിൻ്റെ കളറ്. സാരിയുടെ കളറ് ലൈറ്റ് പിസ്ത ഗ്രീനുമാണ്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലില്ല. ഇത് എൽ ഷേപ്പിൽ നല്ല മുഴുത്ത ഫ്ലവറും ആയതുകൊണ്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അടുപ്പിച്ച് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ 5 എണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. ഇവർ 5 എണ്ണമാണ് വരച്ചേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിറച്ചും ഡിസൈനുണ്ട്. കാലിൻ്റെ അവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതുമാണ് കാലിൻ്റെ അവിടെ വരുന്നത്. അപ്പം അങ്ങനെ ഇവിടെ മൊത്തത്തിൽ 5 എണ്ണം ഫ്രണ്ടിൽ, കാലിൻ്റെ അവിടെ ഒരെണ്ണം, മുന്താണിയിൽ പിന്നെ എൽ ഷേപ്പിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. എൽ ഷേപ്പിൽ അത് 4 എണ്ണമാണ് മുന്താണിയിൽ വരുന്നത്. ഒരു സൈഡിൽ എൽ ഷേപ്പിൽ വരുമ്പോൾ 4 എണ്ണമാണ് വരുന്നത്. പിന്നെ കാലിൻ്റെ മുന്താണിയുടെ മറു പോർഷനിലുമാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിന് ഞാൻ പറഞ്ഞു ഡബിൾ നോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റേറ്റ് വൈസും മറ്റ് പീക്കോക്ക് നിറച്ചും വർക്ക് ഉണ്ടെങ്കിലും അതിൻ്റെനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് ഈ റേറ്റ് വരുന്നത്. പക്ഷേ ഇത് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ 2000 റുപ്പീസിനാണ് ഇത് റെഡി ഫോർ സെയിൽ ആക്കിയേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്തത് ഒരു ബേബി പിങ്ക് കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ സാറ്റിനും കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് കളർ ഫ്രഞ്ച് നോട്ടും ചെയ്തിട്ടുണ്ട്. ലീവ്സ് എല്ലാം ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ്, ബ്രൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരെണ്ണം ലൈറ്റർ ആണ് ഔട്ടെങ്കിൽ ഇതിൻ്റെ ഡാർക്കർ ആണ് ഔട്ട് സൈഡ് വരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രയാങ്കിളാണ് മുന്താണിയുടെ ഒരു സൈഡിൽ. നടുക്ക് 3 ഫ്ലവർ ഉള്ള ഒരു ട്രയാങ്കിളും അതിൻ്റെ മറുവശത്ത് മുന്താണിയുടെ മറുവശത്ത് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളും 5 ഫ്ലവർ വരുന്ന ഒരു ട്രയാങ്കിളുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ്, 3 ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുക. 4 ട്രയാങ്കിൾസ് ആണ്, 5 ഫ്ലവർ 4 ട്രയാങ്കിൾസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ട്രയാങ്കിൾ വരുന്നത്. ഈ ട്രയാങ്കിളിൽ നമ്മൾക്ക് 5 ഫ്ലവേഴ്സാണ് ഉള്ളത്. അതുപോലെ 4 ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇനി ബോട്ടം പ്ലീറ്റ്സിലൊക്കെ 3 ഫ്ലവർ ട്രയാങ്കിൾസ് ഇതുപോലത്തെ ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ട് 3 ട്രയാങ്കിൾസ് നമ്മൾ 4 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. 4 ട്രയാങ്കിൾസ് ഇവിടെ 4 അല്ല 5 എണ്ണമാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ ചെയ്തോരതിന് വലിയ ട്രയാങ്കിളാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1899 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ സാരി. ഇതും ബേബി പിങ്ക് കളർ സാരിയാണ്. ഇത് പ്രായമായവർക്ക് വളരെ യോജിക്കുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ലെമൺ യെല്ലോ, ലൈറ്റ് അല്ലെങ്കിൽ പേൽ യെല്ലോ, ലെമൺ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, പേൽ യെല്ലോ പറയാം. ആ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തത്.
അത്രയ്ക്ക് ലൈറ്റ് ബേബി യെല്ലോ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറിൽ ത്രെഡും കൊണ്ട് റോസിറ്റി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ലീവ്സ് ആണെങ്കിലും കൊടുത്തേക്കുന്നത് ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ മുന്താണി ഇത് ഫുൾ ബോർഡർ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ പൊക്കോണ്ടിരിക്കുകയാണ് ബോർഡറിൽ കൂടെ. അതിൻ്റെ മുന്താണി അപ്പം ഇങ്ങനെ മുന്താണി മുതൽ അങ്ങനെ വർക്ക് പൊക്കോണ്ടിരിക്കുക. മുന്താണിയുടെ മറു സൈഡിൽ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പിലൊരു ഡിസൈൻ 3 ഫ്ലവേഴ്സ് തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ലെയറായിട്ട് എന്ന് വെച്ചാൽ 1 2 3 പിന്നെ 2 പിന്നെ 1 2 3 അങ്ങനെയാണ് നമ്മുടെ ഡിസൈനിങ് പോണത്. 3 2 3 2 ഇതിൽ നമ്മുടെ ഫുൾ ബോർഡറിൽ കൂടെ ഇത് ഇതുപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഫ്രണ്ടിൽ നമ്മൾ ഉടുത്തിട്ട് പുറകിലോട്ട് ബാക്കിലോട്ട് ബട്ടൺസിലോട്ട് നമ്മുടെ സാരി പോണ അവിടം വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഡിസൈൻ ഇതുവരെ ബോർഡർ ഫുള്ളും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം മുന്താണി തൊട്ട് പുറകിലോട്ട് പോണ അവിടം വരെ ഈ ഒരു രീതിയിലാണ് പാറ്റേൺ പോകുന്നത്. ഫുൾ കണ്ടിന്യൂസ് ഫ്ലവർ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിന്നെ വർക്കില്ല. പിന്നെ വർക്ക് വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മുന്താണിയിൽ കണ്ടുവരെ മുന്താണിയിൽ 3 ഫ്ലവർ ട്രയാങ്കിൾ ഷേപ്പാണ്. ഇതിൻ്റെ അകത്ത് അതിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒരു 5 ഫ്ലവേഴ്സ് ഉള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1899 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.